തുടക്കി തുടക്കി തുടക്കി. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. 18 കാടമുട്ട കഴിക്കുന്ന വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് 20 കാടമുട്ടയിലാണ് ഇന്ന് തുടങ്ങിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റി ഈ വക സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് അതും കൂടെ കഴിച്ചു. ശേഷം ഉപ്പുമാവ്, ഇച്ചിരി മീൻകറി, 2 പഴവും കൂടെ എടുത്തു. പെട്ടെന്ന് കഴിച്ചു. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി ചേട്ടാ. 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. സമയം രാത്രി 8:15. ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ വീട്ടിൽ, അത് പെട്ടെന്ന് കഴിച്ചു. പിന്നെ 3-4 കുബൂസും ചിക്കൻ വറുത്തും വെപ്രാളത്തിരുന്ന് തിന്നാൻ തുടങ്ങി. സൈഡിൽ ഇച്ചിരി മയണൈസ് ഒഴിച്ചു. അതാണല്ലോ അതിന്റെ രീതി. ഞങ്ങൾ 3 പേരോട് ഒന്ന് പുറത്തു പോവാ. എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ലക്ഷ്യം വേറെ ഉണ്ടായതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. 1/4 കുബൂസിന് 1 കിലോ മയണൈസ്, അതാണ് കണക്ക്. ഉമ്മ വെപ്രാളം പിടിപ്പിച്ചെങ്കിലും ഒരു കുഞ്ഞൻകോഴിയുടെ കാലും ബാക്കിയിരുന്ന കുബൂസും കൂടെ കഴിച്ചിട്ട് ഒരുങ്ങിയിരുന്നു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ അപ്പത്തിനകത്ത് പഞ്ചാര ഇട്ട് കഴിക്കുന്നത് ഇത് പണ്ടുതൊട്ടേ ഉള്ള എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. പിന്നെ കുറച്ച് റസ്ക് എടുത്ത് കട്ടൻ ചായ മുക്കി കഴിച്ചു. ശേഷം ഇച്ചിരി മാതൾ നാരങ്ങ, ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസും കഴിച്ച് ഗൾഫിൽ നിന്ന് ആരാണ്ട് കൊണ്ടുവന്ന ഏതാണ്ടൊക്കെ സാധനം ഇത്തിരി കഴിച്ചു. ശേഷം ഒരു നട്ടി മഞ്ച് പീനട്ടും കഴിച്ചു. ഒരു ഓറഞ്ചും കറക്കി എടുത്ത് റൂമിലേക്ക്. ശേഷം ഉത്സവത്തിന് പൊരി ഇത്തിരി ഉമ്മാ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാനും പോയിരുന്ന് കഴിച്ചു. തൂങ്ങിക്കിടക്കണ അതുകൂടെ കടിച്ചാട്ടെ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർന്നു. ഇച്ചിരിയും കൂടെ നടന്നപ്പോൾ സ്പ്രിംഗ് പൊട്ടാറ്റോ കണ്ടു, അത് വാങ്ങിച്ചു കഴിച്ചു. ഉപ്പിലിട്ട നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വെക്കുന്നത് കണ്ടു. പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങിച്ചു കഴിച്ചു. അതിന് മധുരം ഒന്ന് മാറ്റാൻ വേണ്ടി മുളക് ബജി കടയിൽ പോയി. അവിടെ ചെന്നിട്ട് 2 മുളക് ബജി വാങ്ങിച്ചു കഴിച്ചു. പിന്നെ കറങ്ങി അടിച്ച് വീട്ട് വന്നപ്പോൾ ഐസ്ക്രീം കട കണ്ടു. അവിടെ നിന്ന് ഒരു സ്പാനിഷ് ഡിലൈറ്റ് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ വേറൊരു കടയിൽ കയറി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോബി 65 വാങ്ങിച്ചു കഴിച്ചു. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. 2-3 പൂരിയും കറിയും കോഫിയും കുടിച്ചാണ് ആ പ്രഭാതം തുടങ്ങിയത്. ശേഷം ലേറ്റായി വന്ന ചോള ഭട്ടൂര പറഞ്ഞു വിട്ടു. പോകുന്ന വഴി ഫ്രൂട്ട്സ് കണ്ടു. 1 കിലോഗ്രാം സിംഗാര വാങ്ങി. പിന്നെ വെറൈറ്റി ആയിട്ട് ഓറഞ്ച് തട്ടി. മകളെ, ഇവർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാം. വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. 18 ദോശക്ക് ചമ്മന്തി പോരല്ലോ. തിരിച്ചു വരുന്ന വഴി ബിക്കാനോയും കണ്ടു. രാജ്മ റൈസ് തട്ടി, മസാല ദോശ തട്ടി, ലൈമ് തട്ടി, ചീസ് പിസ്സ തട്ടി, ദേഹി ബല്ലായും തട്ടി. പൊറിക്കാൻ പ്രിങ്കിൾസ്, കുടിക്കാൻ സ്പ്രൈറ്റ്, അലിയിക്കാൻ ഐസ്, ശേഷം വണ്ടിയിലിരുന്ന് ഇടയ്ക്കിടെ ചവയ്ക്കാൻ പീനട്സ്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇന്ന് റൈസും ചിക്കൻ കുറുമയും പുഡിങ്ങും കോഫിയൊക്കെ കഴിച്ച് കൊച്ചിയിൽ ഇറങ്ങി. വീട്ടിലോട്ട് വരുന്ന വഴി 12 മണിക്ക് ഈ കടയിൽ കയറി 3 പൊറോട്ടയും ചിക്കൻ ഗ്രേവിയും കോഫിയും കഴിച്ചു. പിന്നെ 2 ദോശ, ഇച്ചിരി സാമ്പാറും ചമ്മന്തിയും ഡബിൾ ഓംലെറ്റും. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്റെ ഈ ഫേവറേറ്റ് മിക്സർ കണ്ടു. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ ഇരുന്നു. എന്നിട്ട് ഒരു ഒരുങ്ങി വരാത്തോണ്ട് കവറിലിരുന്ന വെട്ടേക്ക് നിന്നു. അപ്പൊ ഇത് കഴിക്കുന്നു പറഞ്ഞ് ഉമ്മ വന്ന് ദേഷ്യപ്പെട്ട് 2057 കിലോമീറ്റർ അഥവാ 1278 മൈല് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ ഉമ്മ കൊണ്ടുവന്ന് ഇറക്കിയ വെറൈറ്റി സാധനം റസ്ക്, അതിരുന്ന് കഴിച്ചു. പക്ഷെ 50 മീറ്റർ തൊട്ടപ്പുറത്തുള്ള ചേച്ചി കൊണ്ട് തന്ന ഈ സാധനങ്ങളെല്ലാം കഴിച്ചു. ഇതും ചേച്ചിയുടെ മോന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നതാ. only 2600 രൂപ. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. വൈകിട്ട് പുറത്തുനിന്ന് വടയും 2 സുഖിയനും ഉള്ളിവടയും പഴംപൊരിയും കഴിച്ചു. 6 മണിയായപ്പോഴത്തേക്ക് 5-6 മധുരക്കിഴങ്ങ് മാത്രം കഴിച്ചു. വേറൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 കുപ്പി സ്പ്രൈറ്റും ഓറഞ്ചും 2 ഏലാഞ്ചിയും കഴിച്ചു. ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെറ്റിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. പറഞ്ഞ ചിക്കനും കപ്പ ബിരിയാണിയും വാങ്ങി. ആന്തം തിരക്കില്ല. പിന്നെ 1 പ്ലേറ്റ് ചൗമനും കഴിച്ച് 4 പ്ലേറ്റ് അവിടെ കൊടുത്ത് റാമനും പാഴ്സൽ വാങ്ങി വീട്ടിലോട്ട്. പോകുന്ന വഴി ന്യൂട്രലി ദാഹിക്കുന്നെന്നും പറഞ്ഞ് കൊക്കക്കോള വാങ്ങാൻ കയറി 1 ഗ്ലാസ് സർബത്തും കുടിച്ച് 5 ജിലേബിയും പാഴ്സൽ വാങ്ങി. 2 എണ്ണം അവിടെ വെച്ച് തന്നെ തിന്നു. അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായ മരം ഉണ്ടായി. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ച് തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാൽ വറ്റിനേക്കാൾ കൂടുതൽ കല്ലും മണ്ണുവാ.